പല ഡിറ്റക്റ്റീവ് കഥകളിലും ക്രൈം ത്രില്ലർ ചിത്രങ്ങളിലും നമ്മൾ കേട്ടിരിക്കുന്ന ഡയലോഗാണ് എത്ര സമർത്ഥനായ കുറ്റവാളിയും ഒരു തെളിവെങ്കിലും ബാക്കി വെക്കുമെന്നത്. ഒരു തുമ്പും കിട്ടാത്ത പല കേസുകളിലും ഇത്തരത്തിൽ കുറ്റവാളി ബാക്കി വെച്ച ഏതെങ്കിലും ചെറിയൊരു തെളിവ് വെച്ചായിരിക്കും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് തന്നെ. ഇതിൽ നിന്നും കുറ്റവാളികളെ കണ്ടെത്താനുമുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഏറെ വിചിത്രമായതും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമേറിയതുമായ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. സംഭവം അങ്ങ് ചൈനയിലാണ്. ചൈനീസ് പോലീസിന്റെ സമർത്ഥമായ ഒരു അന്വേഷണമാണ് മോഷ്ടാവിനെ അപ്രതീക്ഷിതമായി കുടുക്കിയത്. ജീവിതത്തിൽ ഒരാളുടെ ശത്രുവായി അവസാനിക്കുന്നത് എന്താണെന്ന് പ്രവചിക്കാൻ പലപ്പോഴും എളുപ്പമല്ല. ചൈനയിലെ ഒരു മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അറസ്റ്റിലേക്ക് നയിച്ചത് നിരുപദ്രവം എന്ന് തോന്നുന്ന 2 കൊതുകുകളാണ്. ചത്ത കൊതുകുകളിലെ രക്തത്തിന്റെ DNA പരിശോധിച്ചാണ് പോലീസ് അതിസമർത്ഥമായി മോഷ്ടാവിനെ പിടികൂടിയത്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പറയുന്നത് അനുസരിച്ച് തെക്ക് കിഴക്കൻ ചൈനയിലെ ഫുജിയാൻ പ്രവിശ്യയിലെ ഫുഷൌവിലെ ഒരു അപ്പാർട്ട്മെന്റിൽ 2022 ജൂൺ 11 സംഭവം. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് അപ്പാർട്ട്മെന്റിൽ ഒരു കള്ളൻ കയറി. അവിടെ നിന്ന് വിലപിടിപ്പുള്ള നിരവധി സാധനങ്ങൾ മോഷ്ടിച്ച ശേഷം അയാൾ അവിടെ തന്നെ സുഖമായി ഭക്ഷണം പാകം ചെയ്ത് രാത്രി കഴിച്ചുകൂട്ടി. കവർച്ചയ്ക്ക് ശേഷം മോഷ്ടാവ് രാത്രി ചെലവഴിക്കുന്നതിന് മുമ്പ് മുട്ടയും നൂഡിൽസും പാകം ചെയ്തിരുന്നു. അയാൾ ഉടമയുടെ കിടപ്പുമുറിയിൽ ഒരു പുതപ്പ് ഉപയോഗിക്കുകയും കൊതുക് കോയിലുകൾ കത്തിക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കൊതുക് കോയിലുകൾ നന്നായി പ്രവർത്തിക്കാത്തതിനാലോ മറ്റോ അയാൾക്ക് കൊതുക് കടിയേറ്റു. നമ്മളെല്ലാവരും ചെയ്യാറുള്ളത് പോലെ തന്നെ കടിച്ച 2 കൊതുകുകളെയും അയാൾ അടിച്ചു കൊന്നു. ഇതിനിടെ അപ്പാർട്ട്മെന്റിന്റെ ചുമരിൽ കൊതുകിൽ നിന്നും അല്പം രക്തക്കറ പതിക്കുകയും ചെയ്തു. അന്വേഷണത്തിനായി ഫുജിയാൻ പോലീസ് അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയപ്പോൾ മുൻവശത്തെ വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു. ഇതോടെ കവർച്ചക്കാരൻ ബാൽക്കണിയിലൂടെയാണ് അകത്ത് കടന്നതെന്ന് ഫുജിയാൻ പോലീസിന് മനസ്സിലായി. വിശദമായ അന്വേഷണത്തിനിടെ സ്വീകരണ മുറിയുടെ ചുമരിൽ 2 ചത്ത കൊതുകുകളും ചുമരിലെ രക്തവും പോലീസിന് കണ്ടെത്താനായി. പെട്ടെന്ന് തന്നെ ഇവയുടെ സാമ്പിളുകൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയച്ചു. അധികം വൈകാതെ തന്നെ DNA സാമ്പിളിൽ നിന്നും മാച്ചിങ് ആയ വ്യക്തിയെ കണ്ടെത്തി. ക്രിമിനൽ റെക്കോർഡുള്ള ചായ് എന്ന കുടുംബ പേരുള്ളയാളാണ് മോഷ്ടാവെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ പോലീസ് തിരിച്ചറിഞ്ഞു. മോഷണം നടന്ന 19 ദിവസത്തിന് ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇതുകൂടാതെ ഇയാൾ പ്രതിയായ മറ്റു 3 മോഷണ കേസുകളും പരിഹരിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം. ഒരു കൊതുകിൽ നിന്നും ഇത്തരത്തിലൊരു കള്ളനെ പിടികൂടാനാകുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? കള്ളനും വിചാരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം.